ഹലോ ഫ്രണ്ട്സ്, ഹായ്, ദിസ് ഈസ് റിയ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മുഴപ്പിലങ്ങാട്, കണ്ണൂർ തലശ്ശേരി മുഴപ്പിലങ്ങാട് ബീച്ചിലാണുള്ളത്. ഇവിടെ ഇപ്പോൾ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അത് നിങ്ങളെ ഒന്ന് കാണിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൂടി കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ ഡ്രൈവിംഗ് ബീച്ച് ആണെങ്കിലും ഇപ്പോൾ ഡ്രൈവിങ്ങിനൊന്നും പറ്റുന്ന സമയമല്ല. ബിക്കോസ് നല്ല വെള്ളത്തിൻ്റെ ഏറ്റ സമയമാണിത്. ഓക്കെ, അല്ലാതെ തന്നെ ഇവിടെ ഇപ്പം പുതിയൊരു പാർക്ക് വരുന്നുണ്ട്. ആ പാർക്കിനെ കുറിച്ചിട്ടും കാര്യങ്ങളെ കുറിച്ചിട്ടും നിങ്ങളായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ഓക്കെ, നമുക്ക് കണ്ടാലോ. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ മുഴപ്പിലങ്ങാട് ബീച്ചിൽ, ഡ്രൈവിംഗ് ബീച്ച് ഉണ്ടല്ലോ, കണ്ണൂർ മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിലുള്ള പുതിയ പാർക്ക്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്താ വർക്ക് പ്രോസസ്സിങ്ങിലാണുള്ളത്. നല്ല അടിപൊളിയായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ത് ഭംഗിയാണെന്നറിയോ? ഓക്കെ, ഇത് വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സൂപ്പറാവും. ഒരു നമ്മുടെ ദുബായിലൊക്കെ ഉള്ള ദുബായിലെ ഒക്കെ ഉള്ള അതുപോലുള്ള ഏരിയയിലൊക്കെ അപ്പുറ സൈഡിലൊക്കെ നമ്മൾ കാണുന്ന അതിൻ്റെ ഒരു ചെറിയൊരു പകർപ്പ് പോലെ ഉണ്ട് കാണാൻ. അതിൻ്റെ വേറൊരു ഇതായിട്ട് നല്ല രസമുണ്ട്. വർക്ക് പ്രോസസ്സിങ്ങിലാണുള്ളത്. കണ്ടോ, വെള്ളമൊക്കെ കലങ്ങി മറിഞ്ഞങ്ങ് എന്താ ഒരു വല്ലാത്ത അവസ്ഥയിലാണുള്ളത്. കാരണം നല്ല മഴയായിരുന്നു, നല്ല മഴ, അടിപൊളി മഴയും. ഇതുണ്ടോ, ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് കടലിറങ്ങി കുളിച്ച് കഴിഞ്ഞിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു. അതിനുള്ള സൗകര്യങ്ങളൊക്കെ ആകുന്നുണ്ട്. അതുപോലെ സീറ്റിംഗ് ഏരിയ ഒരുപാടുണ്ട്. നല്ല വൈബാക്കിയിട്ടുണ്ട്, നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ കണ്ണൂർ പുറത്തുള്ളവർക്കൊക്കെ വന്ന് താമസിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് റിസോർട്ടൊക്കെ ഉണ്ട് അടുത്ത്. വെള്ളമൊക്കെ കലങ്ങി മാറി എന്താ പറയണ്ടേ, ഒരു കലക്ക പരുവത്തിലായിട്ടുണ്ട് ഗൈസ്. പണ്ട് ഡ്രൈവിംഗ് ബീച്ച് ആണെങ്കിൽ ഇപ്പോൾ ഡ്രൈവിംഗ് ബീച്ച് തന്നെയാണ്. ഇവിടെ കുറച്ച് സ്പേസിൽ മാത്രം. ഇപ്പോൾ പിന്നെ ഈ സമയത്ത് മഴ ടൈം ആയതുകൊണ്ട് തന്നെ വെള്ളം ഏറ്റത്തിൻ്റെ ടൈമാണ്. അതുകൊണ്ട് വെള്ളത്തിലൊന്നും ഇറങ്ങാൻ പറ്റില്ല. പലയിടത്തും റെസ്ട്രിക്റ്റഡ് ഏരിയ ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ അതിലേക്ക് ഈ ഒരു പാർക്കിൻ്റെ അകത്ത് നമുക്ക് നടക്കാം. കയറി ഇഷ്ടംപോലെ വരാൻ പോകാനൊക്കെ ചെയ്യുന്നതിൻ്റെ വർക്ക് പ്രോസസ്സിങ്ങിലാണുള്ളത്. ഞാൻ കാണിച്ചതാവേ ഓരോ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ടുണ്ട്. ഓരോ സംഭവങ്ങൾ ഇതൊക്കെ എന്തിനുള്ളതാണെന്ന് അറിയില്ല. കുറേ ഒരു റൂം പോലെയൊക്കെ കാണുന്നുണ്ട്. ചിലപ്പം ചെറിയ ചെറിയ കഫ്റ്റീരിയ പോലെയോ അല്ലെങ്കിൽ അങ്ങനെ എന്താണെന്ന് അറിയില്ല. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കോട്ടൊക്കെ ആക്കാൻ വേണ്ടിയിട്ടാണെന്നൊന്നും അറിയില്ല. ഇതൊക്കെ ഉണ്ടോ, നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. മുന്നേ ഉണ്ടായിരുന്ന ഒരു ഇതല്ല, വേറെ തന്നെ ഒരു വൈബ് ഇവിടെ വന്നപ്പോൾ അവിടെ സീറ്റിംഗ് പ്ലാസ, എൻട്രി പ്ലാസ ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്രേ ഉള്ളൂ, കംപ്ലീറ്റ് ആയിട്ടില്ല. ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റിംഗ് ഇതും കൂടിയിട്ട് വെക്കാനുണ്ടെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ വർക്ക് ഓൺ പ്രോസസ്സിങ്ങിലാണുള്ളത്. വർക്ക് നടന്നിട്ടുള്ള കഴിഞ്ഞ സ്ഥലമുണ്ട്, കഴിഞ്ഞ കംപ്ലീറ്റ് ആയിട്ടില്ല. എന്നാലും ഒരു വിധത്തിലൊക്കെ വർക്ക് ഓൺ പ്രോസസ്സിങ്ങിലാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ എന്തായാലും വന്നിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ. നല്ല രസമാണ് കാണാൻ വേണ്ടി. ഫാമിലി ആയിട്ടൊക്കെ വരാം. കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉണ്ടോ, ഇതുണ്ടോ, ഇതാണ് ഇതിൻ്റെ എൻട്രി. സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എൻട്രി ഉണ്ട്. ഡ്രൈവിംഗ് ബീച്ചിൽ സൈക്കിൾ ബോർഡ് ഉണ്ട്, കോമനൈഡ് എക്സിറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഉണ്ടോ, അടിപൊളിയാക്കിയിട്ടുണ്ട്. വേണ്ട, എൻട്രി എക്സിറ്റ് ഒക്കെ ഇവിടെ തന്നെ ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിലിപ്പോൾ എന്തൊക്കെയാണ് വരാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയോസ് ഉണ്ട്, പവലിയൻ സ്പേസ് ഉണ്ട്, ടോയ്ലറ്റ് ബ്ലോക്ക്, പിന്നെ സ്കേറ്റ് പാർക്ക്, കുട്ടിയോസ് തന്നെ ഒരുപാട് 2-3 ഉണ്ട്, ബീച്ചാക്കസ് ഉണ്ട്, ഷെയ്ഡർ സ്ട്രക്ചർ ഉണ്ട്, ഫുഡ് പ്ലാസ ഉണ്ട്, കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. കണ്ടോ ഫ്രണ്ട്സ്, ഇതാ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഞാൻ കാണിച്ചു തരാം. ഇതാ ബീച്ചൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് നമുക്കിങ്ങനെ ഇവിടെ വൈബാക്കി പോവാം. ബീച്ചിലിറങ്ങി കുളിക്കാനും ചെയ്യാനൊക്കെ ഉള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. പുറത്തൊക്കെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലേ, കുറേ പേര് വന്ന് ഇവിടെ ഇങ്ങനെ ഇത് ചെയ്യുന്നുണ്ട്. ഉണ്ടോ, ഇവിടെ ഒരുപാട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും കുറേ കാര്യങ്ങൾ വരാനുണ്ടെന്ന് തോന്നുന്നു. നല്ല ഭംഗിയുണ്ട് ഗൈസ്, നല്ല ഭംഗിയുണ്ട്. നല്ല ഒരു വേറെ തന്നെ ഒരു പ്ലേസിൽ വന്ന, ഇതിന് മുന്നേ മുഴപ്പിലങ്ങാട് ബീച്ചിൽ വന്ന പോലെയല്ല, വേറൊരു പ്ലേസിൽ വന്ന ഒരു അനുഭവമാണ് ഇപ്പോൾ ഉള്ളത്. ആദ്യം മുഴപ്പിലങ്ങാട് ബീച്ചിൽ വരുമ്പോൾ നമ്മൾ ഡ്രൈവിംഗ് ബീച്ച് ആയതുകൊണ്ട് തന്നെ കൂടുതലും നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് വന്ന് എക്സ്പ്ലോർ ചെയ്തൊക്കെ പോകുന്നല്ലാതെ വേറെ വലിയൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴും നോക്കിയാൽ കുട്ടികൾക്കുള്ള ഏരിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഫാമിലി ആയിട്ട് വന്നിരുന്നു കഴിഞ്ഞാൽ ഒരുപാട് സ്പെൻഡ് ചെയ്യാനൊക്കെ ഉള്ള നല്ല ഏരിയ, നല്ല അടിപൊളി പ്ലേസും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. കണ്ടോ, കടൽ നല്ല നല്ല വല്ലാത്തൊരവസ്ഥയിലുള്ളത് ഗൈസ്. ഓക്കെ, വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനടുത്ത് തന്നെ ഒരുപാട് റിസോർട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ താമസിച്ച് ഇവിടെ എക്സ്പ്ലോർ ചെയ്ത് പോകാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതുണ്ടോ പാർക്ക്, നല്ല നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ വർക്ക് പ്രോസസ്സിങ്ങിലാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ ഇപ്പോൾ കുറവാണ്, മഴ ആയതുകൊണ്ടായിരിക്കാം. പക്ഷേ വർക്കൊക്കെ കഴിഞ്ഞു. ഇപ്പം
മഴയൊക്കെ കഴിയുമ്പോഴത്തേക്കും ആൾക്കാർ നല്ല രീതിയിൽ വരാൻ ചാൻസ് ഉണ്ട്. കാരണം അത്രയും നല്ല ഭംഗിയിലാണ് കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തു വെക്കുന്നത്. നെക്സ്റ്റ് ടൈം വരുമ്പോഴേക്കും ചിലപ്പം നിങ്ങളൊക്കെ ഇവിടെ വരുമ്പോഴേക്കും ഇവിടുത്തെ വർക്കൊക്കെ കഴിഞ്ഞ് നല്ല സൂപ്പറായിട്ടുണ്ടാവും. മഴ ആയതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതലും ബീച്ചിൻ്റെ അകത്തേക്ക് ആൾക്കാരെ കിട്ടുന്നില്ല. കാരണം വെള്ളം നല്ലോണം ഏട്ടത്തിൻ്റെ ടൈമാണിത്. അപ്പോൾ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടായിരിക്കണം ഇവിടെയൊക്കെ റെസ്ട്രിക്റ്റഡ് ഏരിയ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, പാർക്ക് ഉണ്ടോ, നമുക്ക് വാക്കിങ്ങിനും എല്ലാത്തിനും ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ പറ്റുന്ന ഒരു പാത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പാർക്കാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. വരെ ഇവിടെ വന്ന് ഇരിക്കാനൊക്കെ നല്ല രസമാണ്. ഒരു വേറെ തന്നെ ഒരു വൈബ്, വേറൊരു ലെവൽ വൈബാണ്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവല്ലോ, അതുകൊണ്ടല്ലേ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഇനിയിപ്പം ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. ചെറിയ കുട്ടികൾക്കും ഫാമിലിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇഷ്ടപ്പെടും. അത്രയും നല്ല രസമായിട്ട് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് വർക്ക് തീർന്നു കഴിഞ്ഞാൽ മേ ബി നല്ല സൂപ്പറാവും, ഒന്നുകൂടെ ഭംഗിയാവും. ഇവിടെയൊക്കെ സിറ്റിംഗ് ക്ലാസ് ഇവിടെ ഓരോരോ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ, എന്ത് ഭംഗിയാണെന്നറിയോ? ടൂറിസം ഒന്നുകൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. നല്ല രീതിയിൽ ഈ മുഴപ്പിലങ്ങാട് ബീച്ചിലെ കാര്യങ്ങൾ ഇവിടെ കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ വരെ കുറച്ചുകൂടെ ഭംഗിയാക്കി വെക്കുന്നുണ്ട്. സി ഗൈസ്, എന്ത് ഭംഗിയാണെന്നറിയാം, നല്ല ഭംഗിയുണ്ട്. നല്ല വേറെ തന്നെ ഒരു ലെവൽ വൈബ് കേട്ടോ. നിങ്ങളിവിടെ വന്നിട്ട് തന്നെ എക്സ്പ്ലോർ ചെയ്യണം. ഞാൻ പറയുമ്പോൾ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ അറിയിക്കണം, കമൻറ്റ് ചെയ്യണം. ഞാൻ കാണിച്ചു തരാം. കുട്ടികളെ പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്. കണ്ടോ, വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെയൊക്കെ. സിറ്റിംഗ് ഏരിയ ഒക്കെ ഇതൊക്കെ വർക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. കംപ്ലീറ്റ് ആയില്ല, എന്നാലും ഇതുണ്ടോ സിറ്റിംഗ് ഏരിയ ഒക്കെ. കടലിലെ വെള്ളം നോക്കുക ഗൈസ്, നിങ്ങൾ കണ്ടില്ല എന്താണ് കാലങ്ങി മറിഞ്ഞിട്ടുണ്ട്. ഉണ്ടോ, ഓക്കെ. ഇവിടെ ഉണ്ടോ ഫ്യൂച്ചർ വർക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കടലിലേക്ക് ഇറങ്ങാനുള്ള ഒരു ഏരിയ, ഒരു പ്ലേസ് വെച്ചിട്ടുണ്ട്, ഒരു എൻട്രി വെച്ചിട്ടുണ്ട്. ഉണ്ടോ, ഇത് വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലൂടെ കടലിലോട്ട് ഇറങ്ങി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കടലിൽ കളിക്കാം, കുളിക്കാം ഒക്കെ ചെയ്യാതിരിക്കാം. അതിനുവേണ്ടി ഇവിടെ എൻട്രി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ ഇതുണ്ടോ, ഇവിടെ റൂം കാണുന്നുണ്ട്. മേ ബി ഡ്രസ് ചേഞ്ചിങ് റൂമാണെന്ന് തോന്നുന്നു. ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഉണ്ടോ, മഴ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരുപാട് ആൾക്കാരില്ല അല്ലേ. എന്ത് ഭംഗിയാണെന്ന് നോക്കിയാട്ടെ. പവിലിയൻ സ്പേസ്, സിറ്റിംഗ് പ്ലാസ, ഫുഡ് കിയോസ്ക്, ഇങ്ങനെ ബോർഡ് ഓരോ സ്ഥലത്തും വെച്ചിട്ടുണ്ട്. അവർ കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ വേണ്ടി ആയിരിക്കാം. ഉണ്ടോ, കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വാക്കിങ്ങിനൊക്കെ വരണമെന്നുണ്ടെങ്കിൽ രാവിലെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു വാക്കിംഗ് ഏരിയ തന്നെയാണ്. ഉണ്ടോ, ഇവിടെയൊക്കെ സിറ്റിംഗ് ഏരിയ ചെയ്യുന്നുണ്ട്. ഇരിക്കാനുള്ള പ്ലേസും കാര്യങ്ങളൊക്കെ ആക്കി വെക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് ഗൈസ്. നല്ലൊരു പ്രത്യേക ഒരു എന്താ പറയണ്ടേ, വേറെ തന്നെ ഒരു ലെവൽ വൈബ്. നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. അടുത്തായിപ്പോൾ ഇന്നിപ്പോൾ 4-ാമത്തെ 5-ാമത്തെ മഴ കേട്ടോ. നോക്കിയാൽ കടലൊക്കെ കണ്ടിട്ടോ ഈ ഒരു സിറ്റുവേഷൻ തന്നെ. അപ്പോൾ എന്ത് ഭംഗിയാണെന്നറിയോ ഫ്രണ്ട്സ്. നിങ്ങളിവിടെ വന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ. തീർച്ചയായിട്ടും ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ കാണണം. കടലിൻ്റെ ആ ഒരു ഇത് നോക്കിയേ, കണ്ടോ ഗൈസ്. ഇന്ന് വരെ തീരെ, അതുകൊണ്ട് ഞാൻ കടലാതെ ഇറങ്ങാൻ വിടുന്നില്ല. വെള്ളം ഇന്ന് വരെ ഉണ്ട്. സമയം ഇതൊക്കെ
അടുത്ത് കുറേ റൂംസൊക്കെ ഒരുപാട് കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വാഷ്റൂമും കാര്യങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു. അതെ, ലേഡീസ് വാഷ്റൂം, ജെൻസ് വാഷ്റൂം ഒക്കെ ഉണ്ട്. കണ്ടോ, ഇവിടെയൊക്കെ ഓൾമോസ്റ്റ് വർക്ക് കഴിഞ്ഞതാണെന്ന് തോന്നുന്നു. അവിടെയൊക്കെ നട്ട് പിടിച്ചിട്ടുണ്ട്. കുറേ കിടക്കുന്ന സെറ്റായി വരുമ്പോഴത്തേക്കും ഒന്നുകൂടെ ഭംഗിയുണ്ടാവും. ഇപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതാ സീറ്റിംഗ് ഏരിയ നോക്കിയാൽ നല്ല ഓരോ സ്ഥലത്തും ഇരിക്കാനുള്ള പ്രത്യേക അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. ഇതുണ്ടോ വേറൊരു സംഭവം, നല്ല ഭംഗിയുണ്ട്. ലൈറ്റ് രാത്രി ആകുമ്പോഴത്തേക്കും ഒന്നുകൂടെ ഭംഗി വെക്കുന്നത് സൂപ്പർ ബാക്കിയുണ്ട് ഗൈസ്. നിങ്ങൾ വന്ന് എന്തായാലും ഇതൊന്ന് കാണണം. ഈ ഏരിയ ഒന്ന് മുഴപ്പിലങ്ങാടൊന്നും വിസിറ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ വരിക, വന്ന് എക്സ്പ്ലോർ ചെയ്യുക. കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പറ്റിയ ഏരിയയാണ്. ഈ ഒരു സമയത്ത് മഴ സമയത്തല്ലെങ്കിലും എല്ലാത്ത ടൈമിൽ വന്നാൽ മതി. മഴ ടൈമിൽ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് കടലൊന്നും ഇറങ്ങാനോ ചെയ്യാനൊന്നും പറ്റില്ല. കാരണം കണ്ടില്ലേ, കടലൊക്കെ നല്ല ഇതിലുള്ളത്. ഈ ഏരിയ കൊണ്ടാണ് നോക്കിയേ, നല്ല കടലിലോട്ട് ഇറങ്ങാനുള്ള ഒരു പാത്ത് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ എല്ലാം ക്ലോസ് ചെയ്തിട്ടുള്ളത്, ഓപ്പൺ ആക്കിയിട്ടില്ല. വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞാൽ മാത്രമേ ഇവരൊക്കെ ഓപ്പൺ ആക്കിയുള്ളൂ. ആൾക്കാർക്ക് വരാനുള്ള ഓരോ സൈഡിലും വഴി വെച്ചിട്ടുണ്ട്. ഓക്കെ, മഴ വരുന്നുണ്ട് ഫ്രണ്ട്സ്. നോക്കിയേ, നല്ല കാർമേഘം, അതിൻ്റെ കൂടെ കടലും, വേറെ തന്നെ ഒരു ഭംഗിയാട്ടോ. ഓക്കെ, മഴ കണ്ടോ, രാത്രി കാണാൻ ഇതൊക്കെ നല്ല ഭംഗിയുണ്ടാവും. ഒന്നുകൂടെ ലൈറ്റൊക്കെ വെച്ച് ഒരു നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇതുപോലെ മഴയത്ത്? എത്ര പേർക്ക് ഇഷ്ടമാണ് മഴയത്ത് ഇതുപോലെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്? ഒന്ന് അറിയിക്കണേ ഗൈസ്. ഉണ്ടോ, നല്ല മഴ വരുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ മഴയത്ത് ഇങ്ങനെ മഴ കൊള്ളാൻ ഭയങ്കര ഇഷ്ടമാണ്. മഴയ്ക്ക് നടക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ റോട്ടുണ്ടാവില്ല. എനിക്കിങ്ങനത്തൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാണാൻ. ഇതിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതുപോലെ മഴ കൊള്ളാനും മഴയത്ത് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഇഷ്ടമുണ്ടെന്നുള്ളത് അറിയിക്കണേ. കമൻറ്റ് ചെയ്യണം. പാർക്കിംഗ് സ്പേസ് ഒക്കെ ഇതുണ്ടോ, കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മഴ ആയതുകൊണ്ട് തന്നെ ഫോൺ നനയുന്നതുകൊണ്ട് ഇവിടെ തുറന്ന് പിടിച്ചിട്ടുണ്ട്. നല്ല മഴയാണ്. ഓക്കെ, ഇത് ഭംഗിയാണെന്നറിയോ? വാ, ഒരിക്കലെങ്കിലും നിങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് ഒന്ന് കാണണം. മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ച് ഇവിടേക്ക് അടിപൊളിയാക്കിയിട്ടുണ്ട്. നല്ല നല്ല വെറൈറ്റി സംഭവങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, കടൽ കണ്ടുകൊണ്ട് നമുക്ക് വൈബായിട്ട് നല്ല രീതിയിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു പാർക്ക് ഇവിടെ റെഡിയായി വരുന്നുണ്ട്. കംപ്ലീറ്റ് ആയില്ല. അപ്പോൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും വന്ന് ഇത് എക്സ്പ്ലോർ ചെയ്യണം. ഫാമിലി ആയിട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമാണ് ചെയ്തിട്ട്. ഓക്കെ, നല്ല മഴയും കടലും അതുപോലെ തന്നെ നല്ല അടിപൊളി പാർക്ക്. മഴയത്ത് പാർക്കിലൂടെ നടക്കാൻ നല്ല വേണ്ടിയിട്ട്. അപ്പോൾ പാർക്കിലൂടെ കാണിച്ചിട്ട് നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം ഫ്രണ്ട്സ്. ഓക്കെ, അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ഇതുപോലത്തെ സ്ഥലങ്ങളെ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കണ്ണൂരിലെ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ ഇനിയുള്ള ദിവസങ്ങളിൽ വന്ന് കാണിച്ചു തരാം. ഇഷ്ടമായെങ്കിൽ ഇല്ലെങ്കിലും നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ആ സബ്സ്ക്രിപ്ഷൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പിടിച്ച് അമർത്തി പൊട്ടിച്ച് കേട്ടോ. ഓക്കെ, അപ്പോൾ പാർക്കൂടെ കാണിച്ച് കുഞ്ഞു മക്കളൂടെ ഉണ്ടോ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് കാണിച്ചതാവേ. ചെറിയ കുഞ്ഞു മക്കൾ മഴയത്ത് അവർക്കൊന്നും വേണ്ട, നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കളിക്കുകയാണ്. ഓക്കെ, പാർക്കൊക്കെ നല്ല സുഖമാക്കിയിട്ടുണ്ട്. കുഞ്ഞു മക്കളെ മഴയൊക്കെ കൊണ്ട് കളിക്കാം. ഉണ്ടോ, കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. എനിക്ക് കുഞ്ഞുമക്കളൊന്നും കളിക്കാണ്ടോ മഴയും കൊണ്ട്. ഉണ്ടോ, മഴ കളിക്കുന്നുണ്ടോ? എല്ലാവരും മഴയത്ത് കയറി കളിക്കുക. ഒരുപാട് പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ പേര് മഴ പിടിച്ച് കയറിയിട്ടുണ്ട്. ഓക്കെ,
ഇത് കുട്ടികളുടെ ഏരിയയാണ്. കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞില്ല. അവർക്ക് കുട്ടികളുടെ പ്ലേസിലൊക്കെ ഓൾമോസ്റ്റ് വർക്കൊക്കെ കഴിഞ്ഞു തോന്നുന്നു. കണ്ടോ, ഫാമിലി ആയിട്ട് കുട്ടികളെയും കൂട്ടിയിട്ടൊക്കെ വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് മുഴപ്പിലങ്ങാട് ബീച്ച്. ബീച്ചിലിപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള പാർക്കാണിത്. ഡ്രൈവിംഗ് ബീച്ചാണ്. കണ്ടോ, നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. തീർച്ചയായും നിങ്ങൾ വന്ന് ഇതൊക്കെ കണ്ട് ആസ്വദിക്കണം. കംപ്ലീറ്റ് വർക്കൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ ഇന്നോഗ്രേഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും വരണം. സൂപ്പറാക്കിൻ്റെ കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട്സ്, ഇപ്പോൾ മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിൽ എല്ലാവരും വരിക. ഇപ്പോൾ വരണം കേട്ടോ, നല്ല മഴയാണ്. മഴ ആസ്വദിക്കാൻ ആഗ്രഹമുള്ളവർ വന്നോളൂ. ഇവിടെ നല്ല സൂപ്പറായിട്ടുള്ള വൈബുണ്ട്, കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇപ്പം പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. വരണം, വന്ന് ആസ്വദിക്കണം. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് സ്റ്റേ ഹെൽത്തി, ബി ഹാപ്പി ഓൾവേസ്. ബൈ ബൈ.